Hi friends, welcome BeeTV Film Club. Swagadam. ഞാൻ ഷാജി നാരായൺ. ഇന്ന് നമ്മൾ സിനിമയിലെ അല്ലെങ്കിൽ മീഡിയയിലെ ഓഡിയോ വീഡിയോ വിഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചും നമ്മളിതാ ഇന്ന് യൂണിറ്റി സ്റ്റുഡിയോ എന്ന കോഴിക്കോടിലെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റുഡിയോയിലാണ് ഉള്ളത്. Welcome to Unity Studios. Experience the luxury of high-end equipment and professional recording spaces. Get high-quality mixes with the most advanced Pro Tools yet. Pro Tools Ultimate. Surround mixing, mastering, dubbing, voiceovers, advertisements, whatever you require, we've got it covered. Visit Unity Studios Calicut to enter the realm of professional audio. നമുക്ക് സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കയറാം. അവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നതെന്നും റെക്കോർഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. വരും. ഹായ് ബിജു. ഹായ്. ഇതാണ് യൂണിറ്റി സ്റ്റുഡിയോ. ഇത് ബിജു. നമസ്കാരം. ഇത് ഇവിടുത്തെ ഇതിൻ്റെ ഓണറും പ്രധാന സൗണ്ട് എഞ്ചിനീയറുമാണ്. ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സൗണ്ട് എഞ്ചിനീയറും കൂടിയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായി പോകുന്നു. സ്റ്റുഡിയോയുടെ ഇപ്പോൾ പുതിയ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇവിടേക്ക് പുതുതായിട്ട് വന്ന ഇതാണ്. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ചെയ്തിട്ട്? ഇതിപ്പോ DTS ചെയ്യുന്നൊരു സംവിധാനമാണ്. ഏകദേശം ഇപ്പൊ ഒരു 4 വർഷം കഴിഞ്ഞു. 4 വർഷമായിട്ട്. അപ്പുറത്തും നമ്മള് പണ്ടൊക്കെ വരുമ്പോ അവിടെയായിരുന്നു. മുകളിൽ വേറെ സ്റ്റുഡിയോ ഉണ്ട്, താഴെ വേറെ ഉണ്ടല്ലേ. 3 സൂട്ട് ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. BeeTV ഫിലിം ക്ലബിലെ നമ്മളുടെ പുതിയ തലമുറയ്ക്ക് ഈ സ്റ്റുഡിയോ പരിചയപ്പെടുത്തുക, നമ്മുടെ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്റ്റുഡിയോ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോടത്തെ പ്രധാന സ്റ്റുഡിയോകളൊന്നായ ഈ യൂണിറ്റി സ്റ്റുഡിയോയിൽ തന്നെ വന്ന് നമുക്കിത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ബിജുവിനെ വിളിച്ചതും ഞങ്ങളിന്ന് വന്നതും. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ ബിജു, നമുക്ക് ഇപ്പം ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ വരുന്ന അപ്കമിങ് ഒരു വർക്ക് ഇതിന് ടാലൻസിന് ആവശ്യമുള്ള ഈ മ്യൂസിക്സുമായിട്ട് സിനിമയ്ക്കകത്തുള്ള മ്യൂസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റുഡിയോയിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് ആദ്യം വരുന്നൊരാൾക്ക് എങ്ങനെ ഈ മൈക്ക് പോയിന്റ്, മൈക്ക് ലെങ്ത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് ഇപ്പം ആദ്യമായിട്ട് വരുന്നൊരു സിംഗേഴ്സ് ഇപ്പൊ പരിചയമുള്ളവരുണ്ടാവും, പരിചയമില്ലാത്തവരെ കുറിച്ച് മാത്രം. അതുപോലെ ഈ ലൈവ് നമ്മൾ ഈ ഗാനമേളക്കൊക്കെ പാടുന്നതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ സിംഗിങ് വേറെ സ്റ്റൈൽ തന്നെയാണ്. കാരണം നമ്മൾ എന്താ പാടുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡബിൾ ആണല്ലോ. അപ്പൊ പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് ഗാനമേളന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പോ ഇപ്പൊ നമുക്കിപ്പോ ഒരു ജസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു കരോക്കെ ആയിട്ട് ഒരാൾ വന്നു ജസ്റ്റ് ഒരു പാട്ട് പാടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു തരാം. നമുക്ക് പ്രോ ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോ ടൂൾസ് ഏറ്റവും അപ്ഡേറ്റ് വേർഷനാണ്. പാടാൻ വന്ന ആള് കൊണ്ടുവന്ന ട്രാക്ക് അതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തു. ട്രാക്ക് മീൻസ് അവർ കൊണ്ടുവരുന്ന കരോക്കെ മ്യൂസിക്സ്. ഓക്കെ, കരോക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇതായിരിക്കും കരോക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അപ്പോ നമ്മുടെ റെക്കോർഡിംഗ് റൂം വോയിസ് ബൂത്തിൽ നിന്നായിരിക്കും പാടുന്ന മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വോയിസ് ബൂത്തിൽ നമുക്ക് പോയാലോ? പോവാം. നമ്മളപ്പോ ഞാന് ഇത് പാടാനായിട്ട് ഇപ്പൊ തൽക്കാലം ജസ്റ്റ് പാടുന്ന ഒരു ഞാൻ അവനെ വിളിക്കാം. നമുക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഡബിംഗ് ബൂത്ത് അല്ല വോയിസ് ബൂത്തിലേക്ക് പോവാം.
ഇതാണ് കൺസോളിലെ. ഓക്കെ ഓക്കെ. വീഡിയോ ഡബ് ചെയ്യാനായിട്ട് ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. ആ വിഷ്വല് വരും. ക്ലിപ്പ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്കൊരു സോങ് എടുക്കുന്ന തീർച്ചയായും നോക്കാം. ഞാന് നമ്മുടെ എഞ്ചിനീയർ തന്നെ ഞാൻ പറഞ്ഞു ശ്യാം ശ്യാം ഇത് ഏതാ മൈക്ക് ഏതാന്ന് പറഞ്ഞുതരാം. ഇത് നോയ്മാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ TLM 103 എന്ന് പറഞ്ഞൊരു ബൈക്കാണ്. ഏകദേശം 1,30,30,000 രൂപയോളം വിലയുണ്ട്. അപ്പൊ ഈ ബൈക്കാണ് യൂസ് ചെയ്തത്. ശ്യാമ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. നമ്മള് പാടാനായിട്ട് ഈ മൈക്ക് സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര കാര്യം. കറക്റ്റ് നമ്മള് ആളെ ലിപ്പ് കറക്റ്റ് ഏകദേശം ഇത് ഫിൽട്ടർ അല്ലേ? ഫിൽട്ടർ അതായത് നമ്മൾ പോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പൊ ഒരു കുറച്ചുകൂടി ഏകദേശം ഈ ഭാഗം ഏകദേശം ലിപ്പ് കറക്റ്റ് ആയിട്ട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചുകൂടി ഹൈറ്റ് വേണം. ഓക്കെ ഓക്കെ. അതാണല്ലേ അതിൻ്റെ ഒരു. ഓക്കെ നമുക്കെന്നാ പാടിയാലോ ശ്യാമ? ഓക്കെ എന്നാ ശരി. വാ തിരിച്ചു വാ. ശ്യാമ നടത്തുന്നു. ഇത് യൂണിറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലൈവ് റെക്കോർഡിംഗ് നടക്കുന്നത് എന്ന് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എന്താണ് നമ്മുടെ പേര്? നമ്മുടെ ഒരു എഞ്ചിനീയർ തന്നെയാണ് ശ്യാം ആണ്. ശ്യാം ഇവിടുത്തെ ഒരു എഞ്ചിനീയറും കൂടിയാണ്. അത്യാവശ്യം നന്നായി പാടുന്ന ഒരാൾ കൂടെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി എങ്ങനെ ലൈവ് റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ്. ബിജു ഇതിന്റെ ഓണറും പ്രധാന സൗണ്ട് എഞ്ചിനീയറും കൂടെയാണ്. നമുക്കതൊന്ന് കണ്ടുവെക്കാം. ശ്യാമ റെഡിയാണോ? പാടി വെക്കാം അല്ലേ? ഒന്നൂടെ ശ്രുതി ചേർന്നോട്ടെ. ഓക്കെ. സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. പ്രാവശ്യം പാടാം. ഇതിപ്പം നന്നാവുന്നവരെ അതിന്റെ റീടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിസ്റ്റ് പാടി ചെറിയ എന്താ ഇപ്പം റീടേക്ക് എടുക്കാനുള്ള കാരണം? അത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ സൗകര്യം കമ്പ്യൂട്ടർ റെക്കോർഡിങ്ങിനുള്ള ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ട് പ്രോബ്ലം വരെ നമുക്കത് വീണ്ടും റീടേക്കിലൂടെ ആ ഭാഗം മാത്രം വേണമെങ്കിൽ പഞ്ച് ചെയ്തെടുത്ത് കുറെ കൂടി ശരിയാക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ആ ടേക്ക് കളഞ്ഞിട്ടില്ല, അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ചിലപ്പോൾ ഇതിനകത്ത് നല്ല ഭാഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതിനകത്ത് പുതിയ ടേക്കിൽ കുറച്ച് നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലെ നല്ല സാധനം നല്ല സംഗതികളും വെച്ചിട്ട് നമ്മൾ മാക്സിമം. പക്ഷെ എങ്കിലും ഒറ്റ ഫ്ലോയിൽ നമുക്കൊരു പാടാൻ പറ്റിയ ടേക്ക് കിട്ടുന്നതാണ് സുഖം. അതിനൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടാവും. സോങ്ങിന്റെ പഴയ കാലത്തെ റെക്കോർഡിംഗ് ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. ആ ഒരു ഫ്ലോ നമുക്ക് ലൈവ് മ്യൂസിക് ഒക്കെ വെച്ച്. ഇതിപ്പോ നമുക്ക് കുറെ മുറിക്കുകയൊക്കെ ചെയ്യാലോ. പക്ഷെ ഒറ്റ നോട്ടത്തില് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ വളരെ ഗംഭീരമായി പാടി. അതാണ് ഒരു നമ്മളൊരു സബ്ജക്റ്റിന് അതിന് മാസ്റ്റേഴ്സിന് നമ്മൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില ഗുണങ്ങളാണ്. ഇപ്പൊ നമുക്ക് തോന്നാത്ത ചില ഫാൾട്ടുകൾ. നമ്മളല്ല സിനിമ നമ്മളുടെ റേഞ്ചിലുള്ള ആളുകൾ മാത്രമല്ല ഇത് ആസ്വദിക്കുന്നത്. വളരെ കഴിവുള്ള ആസ്വാദകർ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലായില്ലെങ്കിലും എന്താണ് ഇതിന്റെ ഫാൾട്ട്. അത് എഞ്ചിനീയർക്ക് മനസ്സിലാവുന്നു, അവർ അത് തിരുത്തി വീണ്ടും പഠിപ്പിക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ എക്യുപ്മെന്റ് വൈസ് ഇപ്പൊ എത്ര നല്ല വില കൂടിയ ഒരുപാട് എക്യുപ്മെന്റ്സ് വാങ്ങി വെച്ചിട്ടും
കാര്യമില്ല. ശരിക്കും അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. സൗണ്ട് എഞ്ചിനീയറിംഗ് നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി ഒന്നൊരു പ്ലസന്റ് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കി പാടിക്കോ. ഒരു കോൺഫിഡൻസ് കുറവ് പോലെ. സാമ്യമകന്നൂരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ